എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ലൈസൻസ് ഇല്ലാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മൊബൈൽ ഫോണും ക്യാമറയുമായിട്ട് ഓടി നടക്കുന്ന ഓൺലൈൻ മീഡിയക്കാർക്കും യൂട്യൂബ് ചാനലുകാർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്, നിയമപരമായ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പ്രശസ്ത നടൻ സലിംകുമാറിന്റെ നിര്യാണത്തെ തുടർന്ന് അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി കുറെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസ് ഉണ്ടാക്കിയ കോലാഹലങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബഹളം. മറ്റൊന്ന്, ആരുടെയെങ്കിലുമൊക്കെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരുടെ പേരും ഫോട്ടോയും ഒക്കെ ഉപയോഗിച്ചു ഈ ചാനലിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന യൂട്യൂബേഴ്സാണ്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സാധ്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്കിപ്പോൾ തരാനുള്ളത്. കാരണം ഒരു നിയമവും നമുക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഇവരെല്ലാവരും വായിൽ തോന്നുന്നതെല്ലാം ചാനലിന്റെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് വന്ന് വിളിച്ചു പറയുന്നത്. പലരുടെയും ഫോട്ടോ ഉപയോഗിക്കുന്ന കാണാറുണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് പേരുടെ ഒരു അനുവാദവും ഇല്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യതയെക്കുറിച്ചും അവരുടെ പേര്, അവരുടെ കുടുംബ പേര്, അവരുടെ ജീവിതാവസ്ഥ, അങ്ങനെ പല രീതിയിലും ആളുകളെ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള യൂട്യൂബ് ചാനലിന്റെ ഒരു കുത്തൊഴുക്കാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. മറ്റൊന്ന്, ഓൺലൈൻ ചാനൽ എന്നുള്ള രീതിയിൽ യാതൊരുവിധ വ്യവസ്ഥാപിതമായ മാർഗങ്ങളോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളോ സ്വീകരിക്കാതെ ഓടി നടന്ന് എല്ലാവരുടെയും പ്രൈവസിയിലേക്കും അവരുടെ സ്വകാര്യതയിലേക്കും അവരുടെ ശരീരത്തിലേക്ക് പോലും ഇടിച്ചു കയറി ക്യാമറയിൽ പകർത്തി പൊതുജനങ്ങളെ കാണിച്ച് ഇവരെ ആക്ഷേപിക്കുന്ന ഒരു രീതി. ഏതായാലും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും IT ആക്ട് പ്രകാരവും 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം നിങ്ങൾക്കെതിരെ ചുമത്തും എന്ന് പോലീസ് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ സലിംകുമാറിന്റെ വീട്ടിൽ ഉള്ള ഒരു സങ്കടകരമായ അവസ്ഥ, അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധയിലേക്ക് വരികയും പോലീസ് തന്നെ ഒരു മുന്നറിയിപ്പുമായി വരികയും ചെയ്തത്. ഇതിൽ കേസെടുത്ത് നിങ്ങൾ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം. പോലീസിന് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് മേലെ കടന്നു കയറുന്ന ആളുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച ഉപകരണം, അത് ഫോണാണെങ്കിലും ശരി, ക്യാമറയാണെങ്കിലും ശരി, ലാപ്ടോപ്പ് ആണെങ്കിലും ശരി, ഇതെല്ലാം പിടിച്ചെടുക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനലിനെതിരെ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ചാനലിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ FIR ഉപയോഗിച്ച് ഈ ചാനൽ തന്നെ ബാൻ ചെയ്യിക്കാൻ യൂട്യൂബിനോട് റിക്വസ്റ്റ് ചെയ്യുവാനും അതിന് നടപടി എടുപ്പിക്കുവാനും അതിനും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മോണിറ്റൈസേഷൻ എന്നേക്കുമായി ഇല്ലാതാക്കുവാനും പോലീസിന് അധികാരമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഈ ആക്രമണം. ഇത് അവനവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവരവരുടെ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴേ ഏവർക്കും അത് ഫീൽ ചെയ്യത്തുള്ളൂ. അതല്ലാതുള്ളവർക്ക് അത് ഒരു വരുമാന മാർഗം മാത്രമാണ്. അതിൽ കൂടുതലും മറ്റുള്ളവരുടെ സ്വകാര്യത അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരെ അവഹേളിച്ചുകൊണ്ടുള്ള വീഡിയോയും പേര് പറഞ്ഞും അവരുടെ കുടുംബ പേര് പറഞ്ഞൊക്കെയാണ്. അവരുടെ മാതാപിതാക്കളെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്, പല വീഡിയോയിലും അങ്ങനെ കാണുന്നുണ്ട്. ഇതൊന്നും നിയമപരമായിട്ട് അനുവദിക്കാവുന്ന കാര്യമല്ല. ഏതായാലും ഗവൺമെന്റ് ഇപ്പോൾ ശക്തമായ നടപടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടിയുമായിട്ട് പോലീസ് അധികാരികളും സർക്കാരും മുന്നോട്ടിറങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനിയന്മാരെ, അനിയത്തിമാരെ, എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, ഒരു നിയമപരമായ വിശകലനം എന്നുള്ള രീതിയിൽ പറയുകയാണ്. കേസ് വന്നാൽ പലതരത്തിൽ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ക്രിമിനൽ കേസ് മാത്രമല്ല, ഏതെങ്കിലും സ്വകാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ സ്വകാര്യതയ്ക്ക് ഭംഗം വന്നാൽ മാനനഷ്ട കേസ് എന്നുള്ള ഒരു കേസ് കൊടുത്ത് വലിയ ഒരു സിവിൽ ലയബിലിറ്റി നിങ്ങളിൽ നിന്നും ഈടാക്കിയെടുക്കുവാൻ, അതായത് എനിക്ക് എൻ്റെ അഭിമാനത്തിന് ഇത്ര വിലയുണ്ടായിരുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ എൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് എനിക്കുണ്ടായിരുന്ന വരുമാനം ഇത്ര ഇടിച്ച് താഴ്ത്താൻ ഇവരുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരു വലിയ ഡാമേജ് ഉണ്ടായി എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ, സാമ്പത്തികമുള്ളവർ അങ്ങനെയും കേസ് കൊടുക്കും. സിവിൽ കേസിന് പോകുമ്പോൾ പൈസ വേണം അവിടെ കോടതിയിൽ കെട്ടിവയ്ക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തടസ്സമായി വരുന്നത്. പക്ഷെ തുനിഞ്ഞിറങ്ങിയാൽ അത്രയും പൈസ കെട്ടിവെച്ച് തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെയൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ
പിന്നീട് മുന്നോട്ടുള്ള കരിയർ പോലും ഇല്ലാതാക്കാൻ സാധിക്കുന്ന തരത്തിൽ ശക്തമാണ് നമ്മളുടെ നിയമങ്ങൾ. അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യത അതിലേക്ക് കടന്നു കയറി ചെയ്യുന്ന വീഡിയോകൾ ഒഴിവാക്കുക. സ്വന്തമായി എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക. ഒരുപക്ഷെ അതുകൊണ്ട് സമൂഹത്തിനും ഗുണമുണ്ടാവും, നിങ്ങൾക്കും ഗുണമുണ്ടാവും. അതല്ലാതുള്ളവർ ജാഗ്രത. നിയമം നിങ്ങളുടെ പിന്നാലെയുണ്ട്. വീണ്ടും കാണും വരെ നന്ദി.